അസ്സലാമലൈക്കും. ഈ വീഡിയോയിൽ നമുക്ക് നോമ്പിനെ കുറിച്ച് പഠിക്കാം. അസൗം, നോമ്പ്. എന്താണ് നോമ്പ്? ഇസ്ലാമിൽ നോമ്പ് സൗം, സിയാം എന്നാണ്. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങളും ലൈംഗിക ബന്ധങ്ങളും വെടിഞ്ഞുകൊണ്ട് സൽപ്രവർത്തനങ്ങളുമായി കൂടുക എന്നതാണ് ഇസ്ലാമിക വ്രതാനുഷ്ഠാനം. ഹിജ്റ 2-ാം വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാക്കി നിശ്ചയിച്ചുകൊണ്ടുള്ള ആയത്ത് അവതരിക്കുന്നത്. ഫർള് നോമ്പ്. മുസ്ലിം ചന്ദ്ര കലണ്ടറിലെ 9-ാം മാസമാണ് റമളാൻ. ഇസ്ലാമിൻ്റെ 5 തൂണുകളിൽ 4-മത്തേത്. ഇത് മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ്. ഒരു മാസക്കാലമാണ് നോമ്പെടുക്കേണ്ടതെന്നും അത് റമളാൻ മാസമാണെന്നും വ്യക്തമാക്കി ഖുർആൻ. മാനവലോകത്തിന് മാർഗദർശനമായും സത്യാസത്യ വിവേചനത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായും ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ് റമളാൻ. നിങ്ങൾ ആരെങ്കിലും ആ മാസത്തിൽ ഹാജരുണ്ടായാൽ ആ മാസം നോമ്പനുഷ്ഠിച്ചു കൊള്ളണം. സുന്നത്ത് നോമ്പുകൾ. 1. ദുൽഹജ്ജ് 9 അറഫ ദിവസം. 2. മുഹറം 9, 10 ദിവസങ്ങളിൽ ഉള്ള നോമ്പ്. 3. ശവ്വാൽ മാസത്തിൽ 6 ദിവസങ്ങൾ. 4. അയ്യാമുൽ ബീൽ എല്ലാ ഹിജ്റ മാസത്തിലെയും 13, 14, 15 ദിവസങ്ങൾ. 5. തിങ്കൾ വ്യാഴം ദിവസങ്ങൾ. ഇനി ആർക്കാണ് നോമ്പ് നിർബന്ധം? 1. മുസ്ലിം ആവണം. 2. പ്രായപൂർത്തിയാകണം, ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം. 3. നോമ്പെടുക്കാൻ സാധിക്കുന്നവരായിരിക്കണം. 4. സ്ഥിര താമസക്കാരായിരിക്കണം. 5. അസുഖം, പരിക്ക് മൂലമുള്ള കഠിനമായ വേദന, മുലയൂട്ടൽ, ഗർഭധാരണം തുടങ്ങിയവ നോമ്പിന് തടസ്സങ്ങളില്ല. ഇനി 4. നോമ്പെടുക്കേണ്ടത് എങ്ങനെ നോമ്പ് ആരംഭിക്കണം, അവസാനിപ്പിക്കണം? പുലർച്ചെ സൂര്യോദയത്തിനു മുമ്പ്, ഫജ്റിന് മുമ്പ് ആരംഭിച്ച് സൂര്യാസ്തമയ ശേഷമാണ് മഗ്രിബ് നോമ്പ് മുറിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി ഭക്ഷണം കഴിച്ച് സൂര്യാസ്തമയ ശേഷം മാത്രം കഴിക്കുന്ന രീതിയാണ്. സൂര്യോദയത്തിനു മുൻപുള്ള ഭക്ഷണത്തെ സഹർ, സുഹൂർ എന്നും നോമ്പ് മുറിച്ചുള്ള ഭക്ഷണത്തെ ഇഫ്താർ എന്നും പറയുന്നു. ഇഫ്താറിന് ഈത്തപ്പഴവും വെള്ളവുമാണ് നബിചര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നോമ്പ് തുറക്കാൻ സമയമായാൽ അതിന് ധൃതി കാണിക്കുന്ന കാലമത്രയും ആളുകൾ നന്മയിലായിരിക്കും. നിങ്ങൾ അത്താഴം കഴിക്കുക, തീർച്ചയായും അത്താഴം കഴിക്കുന്നതിൽ അനുഗ്രഹമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്താഴം കഴിച്ചാൽ സുബഹ് ബാങ്ക് കൊടുക്കുന്നതിന് 50 ആയത്ത് ഓതുന്ന സമയമാണ് ഉണ്ടായിരുന്നത്. മഗ്രിബിന് ഈത്തപ്പഴവും വെള്ളവും അതിനുശേഷം കൂടുതൽ ആരോഗ്യമുള്ള ഭക്ഷണവും കഴിക്കാം. ഇനി നോമ്പുകാർ പാലിക്കേണ്ട മര്യാദകൾ. അജ്ഞതയും അസഭ്യവും സംസാരവും വഴക്കും കാമചിന്തകളും ഒഴിവാക്കണം. പുകവലിക്കാൻ പാടില്ല. സഹജീവികളോട് കൂടുതൽ ദയ കാണിക്കുകയും വേണം. ഈ മാസത്തിൽ ദരിദ്രർക്ക് വേണ്ടിയുള്ള ദാനധർമ്മം ഏറ്റവും പ്രതിഫലമായ ആരാധനകളിൽ ഒന്നാണ്. തെറ്റായ വാക്കും പ്രവൃത്തിയും ഒരാൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ നോമ്പ് നോറ്റു. ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അള്ളാഹുവിന് ആവശ്യമില്ല. മനുഷ്യൻ്റെ എല്ലാ കർമ്മങ്ങളും അവനുള്ളതാണ്, നോമ്പൊഴികെ. അത് എനിക്ക് വേണ്ടിയാണ്, അതിന് ഞാൻ പ്രതിഫലം നൽകും എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഇനി വ്യവസ്ഥകൾ. നിയ്യത്ത്. ഉദ്ദേശം. നിയ്യത്ത് എന്നാൽ വ്രതമെടുക്കാൻ ദൃഢനിശ്ചയം ചെയ്യുക എന്നാണ്. റമദാനിൽ തലേദിവസം രാത്രി തോറും ആ ഉദ്ദേശം ഉണ്ടായിരിക്കേണ്ടതാണ്. നോമ്പെടുക്കാൻ ഉദ്ദേശം, നിയ്യത്ത് ആവശ്യമാണ്. രോഗിയായ, ഗർഭിണിയായ, ആർത്തവമുള്ള, പ്രസവരക്തമുള്ള, മുലയൂട്ടുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ഒരാളെ നോമ്പിൽ നിന്ന് ഒഴിവാണ്. ഇങ്ങനെ ഒഴിയുന്ന നോമ്പുകൾ അടുത്ത റമളാൻ മാസത്തിനു മുമ്പ് എടുത്തു വീട്ടിയാൽ മതി. ആരോഗ്യം അപകടമാകുമ്പോൾ മാത്രമാണ് നോമ്പ് എടുക്കാതിരിക്കുന്നത് അനുവദനീയമാവുകയുള്ളൂ. ഫിദിയ നൽകി നികത്തണം. സാമ്പത്തിക സഹായം ആവശ്യമുള്ള ഒരു നോമ്പുകാരന് ഇഫ്താറും സുഹൂറും ആണ് കൊടുക്കേണ്ടത്.
ആർത്തവമുള്ള സ്ത്രീകൾക്ക് നോമ്പ് അനുഷ്ഠിക്കുന്നത് നിഷിദ്ധമാണ്. ആർത്തവം നിലച്ചാൽ അവൾ കുളിച്ച് നോമ്പ് തുടരുകയും വേണം. നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമദാൻ മാസത്തിനു മുമ്പ് കഴിയുമ്പോഴെല്ലാം വീട്ടാം. ആർത്തവമില്ലാത്ത സമയത്ത് സ്ത്രീകൾ നോമ്പെടുക്കണം. മാനസിക വൈകല്യമുള്ളവർ നോമ്പെടുക്കേണ്ടതില്ല. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ നോമ്പെടുക്കേണ്ടതില്ല. നോമ്പനുഷ്ഠിക്കാൻ ശാരീരികമായി കഴിവില്ലാത്ത വൃദ്ധൻ, സാമ്പത്തികമായി കഴിവുള്ളവരാണെങ്കിൽ ഒരു സാധാരണ വ്യക്തിയുടെ ഓരോ ദിവസത്തിലെയും ഭക്ഷണത്തിലെ കുറവിൻ്റെ അത്രയും തൂക്കം നികത്തേണ്ടി വരും. രോഗം മൂലം നഷ്ടപ്പെട്ട ദിവസങ്ങൾ ആരോഗ്യമുള്ള ആൾക്ക് സുഖം പ്രാപിച്ചതിന് ശേഷം നികത്തേണ്ടി വരും. ഗുരുതരമായോ വിട്ടുമാറാത്തതോ ആയ അസുഖം ബാധിച്ചവർ, യാത്ര ചെയ്യുന്നവർ, വൃദ്ധർ, മുലയൂട്ടുന്നവർ, പ്രമേഹരോഗി, ഗർഭിണികൾ, ആർത്തവം എന്നിവയിലില്ലാത്ത മുതിർന്ന സ്ത്രീകൾക്ക് നോമ്പ് നിർബന്ധമാണ്. 10 ദിവസങ്ങൾ അടങ്ങുന്ന 3 ഭാഗങ്ങളായി റമളാനെ തിരിച്ചിരിക്കുന്നു. ഇതിന് റഹ്മ, ദൈവകൃപ, മഗ്ഫിറ, പാപമോചനം, നിജാത്ത്, നരകവിമുക്തി എന്നിങ്ങനെ പേരുണ്ട്. അവസാന 10 ഒറ്റയിട്ട രാവുകൾ ഏറ്റവും പുണ്യകരമാണ്. പവിത്രമാക്കപ്പെട്ടതും 1000 മാസത്തേക്കാൾ പുണ്യകരവുമായ രാവ് ലൈലത്തുൽ ഖദർ ഖുർആൻ അവതരിച്ചു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്തത് തറാവീഹ്. റമളാനിൽ വല്ലവരും വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. റമളാനിലെ രാത്രി നമസ്കാരത്തിന് ഖിയാമു റമളാൻ എന്നും തറാവീഹ് എന്നും പറയപ്പെടുന്നു. ഇശാ നമസ്കാരാനന്തരം മുസ്ലിങ്ങൾ നടത്തി വരുന്നൊരു ഐച്ഛിക നമസ്കാരമാണ് തറാവീഹ്. ഇത് സംഘമായും ഒറ്റയ്ക്കും നിർവഹിക്കാറുണ്ട്. ചിലർ ദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് രാത്രി ധാരാളം സമയം എടുത്തും തറാവീഹ് നമസ്കാരം നിർവഹിക്കാറുണ്ട്. 2 റക്അത്തുകൾ കഴിഞ്ഞ് അല്പം എടുക്കുന്നതിനാലാണ് തറാവീഹ് അഥവാ വിശ്രമ നമസ്കാരം എന്ന് പേര് വന്നത്. 11, 23 റക്അത്തുകളായി നമസ്കരിക്കാറുണ്ട്. ഇനി അടുത്തത് ഇഅ്തികാഫ്. പള്ളിയിൽ അധിവസിക്കുന്നതിനെയാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. റമളാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഇഅ്തികാഫ് അനുഷ്ഠിക്കൽ പുണ്യകരമായ കർമ്മമാണ്, നബിചര്യയുമാണ്. ഹദീസ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതുവരെയും റമളാനിലെ അവസാനത്തെ 10-ൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരും ഇരിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ വർഷം 20 ദിവസമാണ് ഇഅ്തികാഫ് ഇരുന്നത്. ഇനി അടുത്തത് സകാത്തുൽ ഫിത്ർ. റമളാൻ അവസാനിക്കുന്നതോടെ നിർബന്ധമായി തീരുന്ന ഒന്നാണ് ദാനധർമ്മമാണ് ഫിത്ർ സക്കാത്ത്. പെരുന്നാൾ ദിനത്തിലും ആരും പട്ടിണി കിടക്കരുതെന്ന് അന്നേ ദിവസം എല്ലാവരും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കണമെന്നുമാണ് ഫിത്ർ സക്കാത്തിൻ്റെ താൽപ്പര്യം. അതിനാൽ പെരുന്നാൾ ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ മാറ്റിവെച്ച് ബാക്കിയുള്ളതിൽ നിർബന്ധമായും നിർവഹിക്കണം. നോമ്പിലെ വീഴ്ചകൾ പൊറുക്കപ്പെടാനുള്ള കർമ്മം കൂടിയാണിത്. പെരുന്നാൾ ദിനം അസ്തമിക്കുന്നതിന് മുമ്പ് വീടുകളിൽ എത്തിയിരിക്കണം. സകാത്തുൽ ഫിത്റായി നൽകേണ്ടത് അവരവരുടെ നാട്ടിലെ പ്രധാന ഭക്ഷ്യവസ്തുക്കളാണ്. ആളൊന്ന് 1 സാ വീതം നൽകണം. ഭാര്യമാർ, ആശ്രിതർ എന്നിവർക്ക് വേണ്ടി ഗൃഹനാഥനും അടിമയ്ക്ക് വേണ്ടി യജമാനനും നൽകണം. റമളാനിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.